മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രം ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം എത്തുന്ന ഒരു ചിത്രമാണ് മോഹൻലാലിൻ്റെ മോൺസ്റ്റർ. യഥാർത്ഥത്തിൽ OTTക്ക് പോകേണ്ടിയിരുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ OTT മാറി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. അത്രയും കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഡയറക്ടർ വൈശാഖ് ഈ ചിത്രത്തെ കാണുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അത്രത്തോളം വിശ്വസിച്ച് തന്നെയാണ് ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആരാധകരുടെ മുന്നിലേക്ക് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാനായിട്ട് വൈശാഖ് തയ്യാറായത്. ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രത്തെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മോഹൻലാൽ ആരാധകരും അതുപോലെ തന്നെ മറ്റ് ആരാധകരും കാത്തിരിക്കുന്നത്. കാരണം ഒരു ത്രില്ലർ മോഡ് മൂവി തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു ചിത്രം ഒരു കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ മോഡ് സിനിമ തന്നെയാണ്. അല്ലാതെ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് അങ്ങനെ ആ ഒരു തലത്തിലല്ലാതെ ഒരു ത്രില്ലർ മോഡിൽ തന്നെ പോകുന്ന ഒരു സ്റ്റോറി ലെവൽ തന്നെയാണ് മോൺസ്റ്ററിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഇതൊരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് സിനിമയാണ്. അല്ലാതെ മോഹൻലാലിൻ്റെ ഒരു മാസ് ഹീറോയിസം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണാനായിട്ട് പോകരുത്. ഈ സിനിമയുടെ കഥയിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും ലക്കി സിംഗ് എന്ന മോഹൻലാലിൻ്റെ ആ ഒരു കഥാപാത്രം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ആ ഒരു തരത്തിൽ ട്വിസ്റ്റുകളും ഉണ്ട്. ടോട്ടലി ഡിഫറെൻറ്റ് മോഡിൽ തന്നെയാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടനെ വളരെ നല്ല രീതിയിൽ തന്നെ ലക്കി സിംഗ് എന്ന ആ ഒരു കഥാപാത്രത്തെ വൈശാഖ് എന്ന ഡയറക്ടർ എത്രത്തോളം ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു എന്നത് ആ സിനിമ കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മൂവിയുടെ തുടക്കം ഒരു സ്ലോ പീസ് മോഡിലാണ് ഇതിൻ്റെ ആദ്യ കുറച്ച് മിനിറ്റുകൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇത് വേറെ ഒരു തരത്തിലോട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നതും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വൈശാഖ് അത് എടുത്തിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് പയ്യെ തുടങ്ങി അത് വേറൊരു തലത്തിലോട്ട് പിന്നീടുള്ള മിനിറ്റുകളിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി. അതുപോലെ തന്നെ ലക്കി സിംഗ് എന്ന മോഹൻലാലിൻ്റെ ആ ഒരു കഥാപാത്രത്തെ എത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് വൈശാഖ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ സിനിമ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് ഫൈറ്റ് സീൻസുകളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ഡിഫറൻ്റ്ലി തന്നെയാണ് ലാലേട്ടൻ അത് ചെയ്തിരിക്കുന്നത്. വൈശാഖ് എന്ന ഡയറക്ടർ പുള്ളിക്കാരൻ്റെ ഇതിന് മുന്നത്തെ പല മൂവീസ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് പുള്ളി ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ഓരോ സിനിമയും എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത് വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് പാഴിപ്പോകാത്ത രീതിയിലുള്ള ഒരു ഫിലിം തന്നെയാണ് മോൺസ്റ്റർ എന്നാണ് വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ലാലേട്ടൻ്റെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതായത് പുള്ളിയുടെ ആ ഒരു ബോഡി ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലാലേട്ടനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ BGM മ്യൂസിക് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. മോൺസ്റ്റർ എന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്നവർ തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. നിങ്ങളുടെ അഭിപ്രായം പറയുക.